പകൽത്തെ ആ ഒരു ഓർമ്മ, ഈശോ നടന്ന വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അവിടുന്ന് നേടിത്തുന്ന രക്ഷ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. അവിടത്തെക്കുറിച്ചുള്ള ഓരോ ഓർമ്മയും, ആ ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ മനോഹരമാക്കും. കാരണം ഈശോയുടെ ലക്ഷ്യം നമുക്ക് സന്തോഷം തരിക എന്നുള്ളതായിരുന്നു. ഇന്നേ ദിനം കാൽവരിയുടെ യാഗം നമ്മൾ അനുസ്മരിക്കുന്നു. കുറച്ച് ഗാനങ്ങളിലൂടെയും ഈരടികളിലൂടെയൊക്കെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ കാൽവരി യാത്രയിലൂടെ നമുക്കൊന്ന് നടന്നു നീങ്ങാം. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ. ആമരത്തൂണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മുടിയായി ചാത്തിയോ. ആമരത്തൂണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമുടി കിരീടം മുടിയായി ചാർത്തിയോ. രാജാധിരാജൻ വാഴ്ക, 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 രാജാധിരാജൻ വാഴ്ക. ഈശോ നിസ്സഹായനായിരുന്നു. പലപ്പോഴും ഒന്നും അവിടുന്ന് ഉരുവിടുന്നില്ല, നിശബ്ദനാണ്. ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. എന്നിരുന്നാലും പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ സ്വയം ഇങ്ങനെ ശൂന്യനായിക്കൊണ്ട് അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഗാഗുൽത്തായിലെ ആ യാത്ര അവിടത്തേക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ വേദന എത്രത്തോളമാണെന്ന് ഒരുപക്ഷെ ഈശോയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും അവിടെ നിന്നെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുക. ഓരോ പ്രാവശ്യവും കാൽവരിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും വലിയൊരു സമർപ്പണമുള്ളതുകൊണ്ട്, വലിയൊരു രക്ഷ മുന്നിലുള്ളതുകൊണ്ട് അവിടത്തേക്ക് പരാതിയോ പരിഭവമില്ല. കാരണം ഈ സഹനം, ഈ വേദന, ഈ കുരിശ് ഒത്തിരി പേരുടെ സന്തോഷത്തിന് കാരണമാകും. നമ്മളിന്ന് ചിരിക്കുന്നതും നമ്മളിന്ന് ദൈവ ഐക്യത്തിലും സ്നേഹത്തിലുമൊക്കെ ജീവിക്കുന്നതിൻ്റെ കാരണം
അവിടുത്തെ ത്യാഗത്തിൻ്റെ ഫലമാണല്ലോ. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സൗമ്യരാണോ? നമുക്ക് പല മേഖലകളിലും ആത്മനിയന്ത്രണമുണ്ടോ? ഇതൊക്കെ നേടിത്തന്നത് ഈശോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈശോ പരിഭവപ്പെട്ടില്ല. ഈശോയുടെ കുരിശ്, ഈശോയുടെ ഓരോ കാൽവരി യാത്രയും, അന്ന് അനുഭവിച്ച എല്ലാ വേദനയ്ക്ക് പിന്നിൽ ഒരു വലിയ രക്ഷയുടെ കഥയുണ്ടായിരുന്നു. ഈ വേദന നമ്മയും നോക്കി പറയും, ഈശോ കുരിശെടുത്ത് വലിയൊരു മഹത്വം നമുക്ക് കാണിച്ചു തന്നു. നമുക്കും അതേ മഹത്വം അവിടെ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ സമർപ്പണങ്ങളെ കുറച്ചും കൂടെ മനോഹരമാക്കും. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ, കാണുന്നെന്നപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ, കാണുന്നെന്നപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാ. അവനാണീ പഴുതു കാട്ടി, അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ, 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 കാണുന്നെന്നപ്പാ. ഒരു കുഞ്ഞ് സുരക്ഷിതനാകുന്നപ്പോഴാണ്. അവനെ പരിപാലിക്കാൻ, അവന് വേണ്ടതെല്ലാം നൽകാൻ, അവനെ സംരക്ഷിക്കാൻ അവൻ്റെ ഇടവും വലവും ഒരപ്പനും അമ്മയും ഉണ്ടാകുമ്പോഴാണ്. എല്ലാ അർത്ഥത്തിലും ആ കുഞ്ഞ് സുരക്ഷിതനാണ്. ഇതുപോലെ നാം സുരക്ഷിതരാകുന്നപ്പോഴാണ്, നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ്. രക്ഷകനായ അപ്പൻ, സ്നേഹിതനായ അപ്പൻ. ഒരു കുഞ്ഞും കരഞ്ഞു കാണണമെന്ന് ഒരിക്കലും മാതാപിതാക്കൾ ആഗ്രഹിക്കില്ല. അതുപോലെ സ്വർഗസ്ഥനായ പിതാവ് മക്കളായ നമ്മളെല്ലാവരും സന്തോഷത്തിൽ, സമാധാനത്തിൽ, സ്നേഹത്തിൽ വർത്തിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ അപ്പൻ്റെ സ്നേഹം ഈ കാൽവരിയിൽ നമുക്ക് കാണാം. എവിടെയോ ഈ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ ഈ മക്കളെല്ലാം പിതാവിൽ നിന്ന് അകന്നു പോയപ്പോൾ പിതാവിൻ്റെ നൊമ്പരമാണ് കാൽവരി. ആ നൊമ്പരം, ആ വേദന കാൽവരിയിൽ ക്രിസ്തുവിലൂടെ
അനുഗ്രഹമായി തീർന്നു. ക്രിസ്തു അത് നമുക്ക് തൻ്റെ കുരിശിലൂടെ, തൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലൂടെയും കാലുകളിലൂടെയും വിലാപ്പുറങ്ങളിലൂടെ എല്ലാം രക്ഷയായി മാറ്റി തന്നു. പരിഹാരമായിരുന്നു ആ മുറിവുകൾ. ഒരു മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്തത്ര വിധത്തിൽ അവിടുന്ന് സഹിച്ചത് ഒരു പരിഹാരമായി ക്രിസ്തുവിലൂടെ നമുക്കതിന്ന് അനുഭവിക്കാൻ പറ്റുന്നു. അപ്പൻ്റെ സ്നേഹം. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കീർത്തനത്തിലെ വരികളായിരുന്നു നാം പാടിയത്. ആനന്ദമായ ദൈവം, ആശ്രയമായ ദൈവം, അനുഗ്രഹമായ ദൈവം, സമൃദ്ധിയുടെ ദൈവം. എത്ര മനോഹരമായിട്ടാണ്, എത്ര ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യരെ അവിടുന്ന് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തെ പോലെ വലിയ മകുടം, സൃഷ്ടിയുടെ മകുടം മനുഷ്യൻ. പൂർണ്ണമായ എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നു എന്നവിടുന്ന് പഠിപ്പിച്ചു. ഇത്ര ശ്രേഷ്ഠതയിൽ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം എവിടെയോ നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെ നമ്മൾ വീണ്ടെടുക്കുന്ന ഇടമാണ് കാൽവരി. ആ ഗാഗുൽത്തായിലെ ഓർമ്മ നമ്മെ നഷ്ടപ്പെടുത്തിയതിനെയൊക്കെ വീണ്ടെടുക്കാൻ സഹായിക്കും. അവിടെയാണ് കുരിശ് രക്ഷയായി മാറിയത്. അന്നുവരെ കുരിശ് സഹനത്തിൻ്റെ, പീഡകളുടെ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദുരന്തത്തിൻ്റെ കഥ പറഞ്ഞ കുരിശ് ഇന്ന് രക്ഷയാണ്. ഈശോ എപ്പോഴും മലമുകളിലേക്ക് സഞ്ചരിച്ചിരുന്നു. ഈശോ വലിയ രഹസ്യങ്ങൾ പോലും പഠിപ്പിച്ചത് മലയുടെ മുകളിലിരുന്നിട്ടാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഉന്നതമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ആ ആശ്രയം നമുക്ക് മനസ്സിലാക്കാൻ, ആ സമൃദ്ധി, ആ സന്തോഷം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ശരീരവും എല്ലാം ദൈവത്തിലേക്ക് ഉയർന്നിരിക്കണം. അതാണ് കുരിശ് പോലും കാൽവരിയിൽ ഒരു മലമുകളിലാണ്. രക്ഷ ഉന്നതത്തിലാണ്. ഉന്നതത്തിൽ നിന്നാണ് രക്ഷ വരുന്നത്. ദൈവത്തിൽ നിന്നാണ് രക്ഷ.
നമ്മുടെ നോട്ടം എപ്പോഴോ ഉന്നതത്തിൽ നിന്ന് മാറി താഴേക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോഴാണ് എവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതും നിരാശപ്പെട്ടു പോകുന്നതും. കുരിശ്, ഈ ഒരു ഓർമ്മ നമ്മെ വീണ്ടും ഉന്നതത്തിലേക്ക് നോക്കുവാൻ സഹായിക്കുന്നു. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ലോകത്തിലെ നമ്മുടെ ജീവിതം എത്ര ക്ലേശങ്ങളിലൂടെ പോയാലും, എത്ര വേദനയിലൂടെ പോയാലും, എല്ലാ വേദനകളെയും അതിജീവിച്ച ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ബലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തെ നോക്കി നിരാശപ്പെടാനുള്ളവരല്ല. കുറവുകളാകാം, ഭാരങ്ങളാകാം, പാപങ്ങളാകാം, എല്ലാത്തിനെയും അതിജീവിച്ച ഒരു ക്രിസ്തു കുരിശിൽ നമുക്കായി രക്ഷകനായി ഇവിടെയുണ്ട്. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം. എല്ലാ വേദനകൾക്കും, എല്ലാ അസ്വസ്ഥതകൾക്കും, എല്ലാ ബലഹീനതകൾക്കും മുകളിലായ ശക്തി ക്രിസ്തുവിലാണ്. നമുക്ക് സാധ്യമാകാത്ത നന്മയുടെ പൂർണ്ണത ക്രിസ്തുവിലാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊരു രക്ഷയില്ല. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ദൈവത്തിലേക്ക് പറന്നുയരാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഒരു ശ്വാസം മണ്ണിലേക്ക് നിവേശിച്ചപ്പോൾ മനുഷ്യരൂപം ഉണ്ടായി. ആ ശ്വാസം വീണ്ടും ആത്മാവിനാൽ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് തിരിച്ചും ആ ദൈവ ഐക്യം നമ്മൾ പ്രാപിക്കുന്നത്. എന്നാൽ ഈ മണ്ണ് എപ്പോഴെങ്കിലും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ നോട്ടം മണ്ണിലേക്കാകുമ്പോഴാണല്ലോ ഈ നിരാശയും ഈ ദുഃഖവും ഭാരവുമെല്ലാം. ആർച്ച് ബിഷപ്പ് ഉൾട്ടൻ ജഷീൻ പറയും, ക്രിസ്തു കൂടെ ഇല്ലാത്ത വേദനകളെല്ലാം നമുക്ക് ഭാരമാണ്. നമുക്കത് സഹിക്കാൻ പറ്റില്ല. വലിയൊരു കഷ്ടപ്പാടായി നമുക്കിത് തോന്നിയേക്കാം. എന്നാൽ ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് സ്നേഹമാണ്, ത്യാഗമാണ്, സമർപ്പണമാണ്. കുരിശ് നമ്മെ നോക്കി പറയുന്നത് അതാണ്. ത്യാഗത്തിൻ്റെ പിന്നിൽ വലിയൊരു രക്ഷയുണ്ട്, വലിയൊരു ശാന്തി, വലിയൊരു സമാധാനം, വലിയൊരു രാജത്വമുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കാം, കാൽവരിയിലേക്ക് നോക്കാം, കുരിശിനോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാം. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വേദനകൾ അനുഗ്രഹമാണ്. അതാണ് കുരിശ്, അതാണ് കാൽവരി. നിരാശയും വേദനയും രോഗവും പാപവും പീഡയും എല്ലാം അവിടെ അവസാനിക്കും. അതുകൊണ്ട് ഈ കാൽവരിയുടെ ഓർമ്മ, ഈ ഗാഗുൽത്തായിലെ ഓർമ്മ ഒരു പുതുജീവൻ നമുക്ക് തരട്ടെ, ഒരു പുത്തൻ ഉണർവ് നമുക്ക് തരട്ടെ, ഒരു പുതു സന്തോഷം, പുതിയൊരു ഉന്മേഷം നമുക്ക് തരട്ടെ. കാരണം എല്ലാത്തിനെയും അതിജീവിച്ച,
എല്ലാ വേദനയും, എല്ലാ പാപത്തെയും, എല്ലാ മരണത്തെയും അതിജീവിച്ച ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ആ കാൽവരി നമ്മുടെ മനസ്സിലേക്ക്, ആ ബലിയർപ്പണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. വചനം പറയുന്നത് പോലെ തന്നെ സത്പ്രവൃത്തികളിൽ ഒരു വലിയ സമൂഹമായി നമ്മൾ തീരും. നമ്മെ തകർക്കുന്ന എല്ലാ തിന്മകളുടെ മേൽ നമുക്ക് മോചനം ലഭിക്കും. കാരണം അവൻ കുരിശിൽ തിന്മകളെയും പാപത്തെയും കീഴ്പ്പെടുത്തി. രാജാധിരാജൻ വാഴ്ക, 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 രാജാധിരാജൻ വാഴ്ക. യൂതന്മാർ വിറച്ചു പോയി അയ്യോ തോറ്റമ്പോടെ, ചങ്കു തുളച്ചതോ ഭീതി മറയ്ക്കുവാൻ, പുത്തൻ പുരാണം ചേർക്കാൻ നാളേറെ പാടുവാൻ, മൃത്യുവാൽ മൃത്യുവേ വെന്നീയ ശീലുകൾ, പുത്തൻ പുരാണം ചേർക്കാൻ നാളേറെ പാടുവാൻ, മൃത്യുവാൻ മൃത്യുവേ വെന്നീയ ശീലുകൾ, മൃത്യുവാൻ മൃത്യുവേ വെന്നീയ ശീലുകൾ. രാജാധിരാജൻ വാഴ്ക, 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 രാജാധിരാജൻ വാഴ്ക. അതെ, ക്രിസ്തു രാജാവാണ്. സുവിശേഷത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവൻ യുഗങ്ങളോളം രാജാവായിരിക്കും. കുരിശ് സിംഹാസനമായും മുള്ള കിരീടമായും അണിഞ്ഞവനാണവൻ. നമ്മളിന്ന് പാടിയതുപോലെ തന്നെ ആ രാജ്യത്തിലെ അംഗങ്ങളാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മളിനി തളരേണ്ടതില്ല, വിലപിക്കേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ആശ്രയിക്കുക മാത്രം ചെയ്യുക. നമുക്കൊരു രക്ഷകൻ, രാജാവുണ്ട്, മരണത്തെയും പാപത്തെയും തോൽപ്പിച്ചവൻ. ആ രാജാവിനോടൊപ്പം പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് യാത്രയാകാം. കുരിശ് നമുക്ക് സഹായമാണ്. കാൽവരി വീണ്ടെടുപ്പാണ്. സമർപ്പിക്കാം. പൂർണ്ണമായും കർത്താവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ വഹിച്ച് നമ്മൾ എവിടെ നിന്നും വന്നുപോകും അവിടേക്ക് തന്നെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. പുത്തൻ പുരാണം ചേർക്കാൻ നാളേറെ പാടുവാൻ, മൃത്യുവാൻ മൃത്യുവേ വെന്നീയ ശീലുകൾ, പുത്തൻ പുരാണം ചേർക്കാൻ
മൃത്യുവാൻ മൃത്യുവേ വെന്നീശീലുകൾ മൃത്യുവാൻ മൃത്യുവേ വെന്നീ